ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫെറോറോ റോഷർ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കാണ് ഫെറോറോ റോഷർ കേക്ക്. കടയിൽ നിന്ന് വാങ്ങാനാണെങ്കിൽ നല്ല വില കൂടിയ കേക്കാണിത്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ കേക്കായിട്ടാണ്. ഈ കേക്ക് ഞാൻ അതിൻ്റെ ബാറ്റർ 1.5 കിലോയുടെ ബാറ്ററായിട്ടാണ് തയ്യാറാക്കിയത്. എന്നാൽ ഇത് ഫിനിഷ് ചെയ്ത് അതിൻ്റെ ടോപ്പിങ്സൊക്കെ വച്ച് കഴിഞ്ഞപ്പോൾ 2.5 കിലോ തന്നെ ഉണ്ടായിരുന്നു. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഹേസൽനട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 150 ഗ്രാം ഹേസൽനട്ട് എടുക്കുന്നുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫെറോറോ റോഷർ ക്യാൻഡിയും ഞാൻ ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഹേസൽനട്ട് വറുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിൽ നിന്നും കുറച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ചെറിയ തരിതരിപ്പോടെ പൊടിച്ചെടുക്കണം. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇത് 240 ml കപ്പാണ്. അതിൽ 2 കപ്പ് മൈദമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മാറ്റാം. 1.5 കിലോയുടെ ബാറ്ററിനുള്ള റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. 2 കപ്പ് മാവ് എടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മാറ്റണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/2 ടീസ്പൂൺ നിറയെ വേണ്ട, കുറച്ചൊന്ന് കുറവായിട്ട് ബേക്കിംഗ് സോഡ ചേർക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർക്കാം. ഡാർക്ക് കൊക്കോ പൗഡറാണ് വേണ്ടത്. കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ മാവ് നന്നായിട്ട് അരിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ. നന്നായിട്ട് മാവ് ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഹേസൽനട്ടിൽ നിന്നും 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു 3/4 കപ്പ് നല്ല ചൂട് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാൻ 6 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. 1/3 കപ്പിലാണ് വേണ്ടത്. ഓയിൽ ഒഴിച്ച ശേഷം ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മാവിട്ട് ഫോൾഡ് ചെയ്യാം. മാവ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ 6 മുട്ട ഞാനിപ്പോൾ ബീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പാത്രത്തിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പാത്രത്തിൻ്റെ മുകൾ ഭാഗം വരെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂക്ഷിച്ച് ഒന്ന് ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോഫി മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി ഒഴിക്കരുത്. ചെറിയ ചൂടോടുകൂടി ഒഴിക്കണം, അല്ലെങ്കിൽ തണുത്ത ശേഷം ഒഴിച്ചാലും കുഴപ്പമില്ല. ചൂടായിട്ട് ഒഴിക്കരുത്. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് ബട്ടർ പേപ്പർ അടിയിലും സൈഡിലും ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കേക്ക് സ്റ്റൗവിലാണ് വയ്ക്കുന്നത്, OTGയിലല്ല. സ്റ്റൗവിൽ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ OTG ആണെങ്കിലും 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് OTGയിൽ 45-50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ പാത്രവും ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിലാണ് പ്രീ ഹീറ്റ് ചെയ്തത്. അതിലേക്ക് ബാറ്റർ ഇറക്കി വെച്ചിട്ട് അടച്ച് 50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, തീ കൂട്ടി വയ്ക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് മാറ്റാം.
ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ഗണാഷ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് നല്ല തിളച്ച വെള്ളമാണിത്. അതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിൽ മിൽക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തത്. മിൽക്ക് കോമ്പൗണ്ട് കട്ട് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ തട്ടരുത്, മുകളിലിരിക്കുന്ന പാത്രം താഴെ വെള്ളത്തിൽ തട്ടരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ല പോലെ ഇളക്കി കൊടുത്താൽ കുറച്ച് നേരം ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് അലിഞ്ഞിട്ട് നല്ല പോലെ മെൽറ്റായിട്ട് കിട്ടും. ചോക്ലേറ്റ് ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ഇട്ട് കൊടുക്കാം. ഫെറോറോ റോഷർ ക്യാൻഡി ഉണ്ടാക്കാനായിട്ടാണിത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ വേഫർ ഷെല്ലാണ്. അതിപ്പോൾ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു പാക്കറ്റ് എനിക്ക് 40 രൂപയ്ക്കാണ് കിട്ടിയത്. അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇതുപോലെ വയ്ക്കാം. ഏതാണ്ടൊക്കെ നമ്മൾ ഫെറോറോ റോഷർ ക്യാൻഡി കഴിക്കുന്ന ഒരു അടുത്തൊക്കെ വരും. അതേ ടേസ്റ്റൊന്നും കിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു അടുത്ത ടേസ്റ്റൊക്കെ കിട്ടും ഇതിന്. ഫെറോറോ റോഷർ ക്യാൻഡി നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റായിട്ട് വാങ്ങാനാണെങ്കിൽ നല്ല റേറ്റാണ് അതിന്. 3 എണ്ണത്തിന് 200 രൂപയൊക്കെയാണ് അതിൻ്റെ വില. ഒരു പീസ് ഒരു ഹേസൽനട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് അടയ്ക്കാം. ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ഒട്ടി വരും, ഇളക്കി പോകുകയൊന്നുമില്ല. ഇതുപോലെ മാറ്റി വയ്ക്കാം. ഇതുപോലെ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം. ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. അടുത്ത പീസിൽ ചോക്ലേറ്റ് വെച്ച ശേഷം ഹേസൽനട്ട് വയ്ക്കാം. അടച്ചു വെച്ച് ചോക്ലേറ്റ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് 3 ടേബിൾ സ്പൂൺ ഹേസൽനട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്, അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവണം. അങ്ങനെ പൊടിച്ചെടുത്തതാണ്. മിക്സിയിലിട്ട് പൊടിക്കുവാണെങ്കിൽ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇടിക്കുന്ന കല്ല് വെച്ച് എന്തെങ്കിലും ഇടിച്ചെടുത്താൽ മതി. അതിലേക്ക് കട്ടിയായി പോകണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഓരോ ക്യാൻഡി ആയിട്ട് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ വെച്ചെടുത്തിട്ട് അതിനുശേഷം അതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന ചോക്ലേറ്റ് മാറ്റിക്കളയണം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറിൽ തന്നെ വയ്ക്കണം. പാത്രത്തിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങ് ഒട്ടിപ്പിടിക്കും. അതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ ക്യാൻഡി ഇപ്പോൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെളിയിൽ തന്നെ വെച്ചിരുന്നാലും നന്നായിട്ട് സെറ്റായിട്ട് വരും, പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം എടുത്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറിൽ തട്ടിയിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പൊക്കെ മാറിയിരിക്കും. അതൊക്കെ കത്തി വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫെറോറോ റോഷർ ക്യാൻഡി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിനെ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഞാനിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിലേക്ക് 3 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കാം. ന്യൂട്ടെല്ല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ വിപ്പിംഗ് ക്രീമിൽ ഞാൻ ഷുഗറോ വാനില എസൻസോ ഒന്നും ചേർത്തിട്ടില്ല. ന്യൂട്ടെല്ല ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ന്യൂട്ടെല്ല ചേർക്കുമ്പോൾ തന്നെ ഈ ക്രീമിന് നല്ലൊരു ടേസ്റ്റാണ്. ന്യൂട്ടെല്ല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. 1.5 കപ്പ് വെള്ളത്തിൽ ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചെടുത്തതാണത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് അതിലേക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് നനച്ചെടുക്കാം. ഇനി ക്രീം വയ്ക്കാം. ക്രീം നല്ല കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കണം.
നന്നായിട്ട് എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ന്യൂട്ടല്ല വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ഹേസൽനട്ട് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഹേസൽനട്ട് ഇതുപോലെ ക്രഷ് ചെയ്തിടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് മുകളിലായിട്ട് രണ്ടാമത്തെ ലെയർ വയ്ക്കാം. ഷുഗർ സിറപ്പ് വെച്ച് നല്ലപോലെ നനച്ച് കൊടുക്കാം. ക്രീം വയ്ക്കാം. ഇതിലെടുത്ത ഷുഗർ സിറപ്പ് മുഴുവനും ഈ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കണം. മുകളിലായിട്ട് ന്യൂട്ടല്ല വയ്ക്കാം. ഹേസൽനട്ട് ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിൽ നന്നായിട്ട് നനച്ച് കൊടുക്കണം. ബാക്കിയിരിക്കുന്ന ഷുഗർ സിറപ്പ് മുഴുവനും ഇതിലേക്ക് ഒഴിക്കണം. അതിനുശേഷം ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം എടുത്തിട്ട് നന്നായിട്ട് ക്രീം വെച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ മുകളിൽ ഗണാഷ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ മുകൾ ഭാഗം നല്ല ലെവലായിട്ട് വരണം. അപ്പോൾ കൂടുതൽ ക്രീം വെച്ച് കൊടുത്താലേ നന്നായിട്ട് ലെവലായിട്ട് കിട്ടുള്ളൂ. സൈഡിലും അതുപോലെ തന്നെ ക്രീം വെച്ച് കൊടുക്കാം. സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരുവിധം ഞാനിപ്പോൾ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഹേസൽനട്ട്, ബാക്കിയിരിക്കുന്ന ഹേസൽനട്ട് ഞാൻ ഇതുപോലെ പൊടിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൽ ചോക്ലേറ്റൊക്കെ വയ്ക്കുന്ന പോലെ നിറയെ ഞാനിതുപോലെ കവർ ചെയ്തെടുക്കുകയാണ്. നിറയെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എടുത്തിട്ട് ഗണാഷ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഗണാഷ് തയ്യാറാക്കിയത്. 1 കപ്പ് മിൽക്ക് കോമ്പൗണ്ടും 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് ഗണാഷ് ഉണ്ടാക്കിയതാണ്. അല്പം ലൂസായിട്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. ഇത് ഈ കേക്കിൻ്റെ സൈഡിൽ നമ്മൾ ഹേസൽനട്ട് വെച്ച ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം. ഹേസൽനട്ട് ലൂസായിട്ട് എടുത്തത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് ഇളകി പോകാതിരിക്കാനായിട്ട് ഞാനിത് ലൂസായിട്ട് ആദ്യം ഒഴിച്ചത്. ഇതിന് ശേഷം ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ ഒഴിച്ച ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ എടുത്ത് നമുക്ക് നന്നായിട്ട് ചോക്ലേറ്റ് ഒഴിക്കാം. ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു കുറച്ച് സമയം കൂടെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ബാക്കിയിരിക്കുന്ന മിൽക്ക് കോമ്പൗണ്ടിലൂടെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് കൂടെ ഒഴിച്ചിട്ട് എടുത്ത ഗണാഷാണിത്. അത് അതിൻ്റെ മുകളിലിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഞാൻ രണ്ടാമത് ഗണാഷ് ഉണ്ടാക്കിയത്. നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കേക്കിൽ മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫെറോറോ റോഷർ ക്യാൻഡിയും വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ ഒരു സൈഡിൽ മുഴുവനായിട്ടും ഈ ക്യാൻഡി വെച്ചിട്ട് അങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഞാൻ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.